കോട്ടയത്ത് ഒരു സ്ത്രീയും 2 കുട്ടികളും ആത്മഹത്യ ചെയ്തു. വിവാഹബന്ധം വേർപെടുത്താനായിട്ടുള്ള കേസ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. 7-8 മാസമായിട്ട് രോഗിയായിട്ടുള്ള അമ്മയുടെയും അച്ഛൻ്റെ ഒപ്പമാണ് ആ ഒരു സ്ത്രീ താമസിക്കുന്നത്. പണത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ കരിയർ മാറ്റിവെച്ചതുകൊണ്ട് 10-12 വർഷം BSc നഴ്സിംഗ് പാസ്സായിട്ടുള്ള ആൾ ജോലിക്ക് പോകാത്തതുകൊണ്ട് അയാൾക്ക് ജോലി ഒരിടത്തും കിട്ടുന്നില്ല. 1 വർഷം ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യൂ, അങ്ങനെ ട്രെയിൻഡ് ആയതിനു ശേഷം ശമ്പളം തരാമെന്ന് ആശുപത്രി അധികൃതർ പലരും പറഞ്ഞു. വേറെ ഒരു വഴിയില്ല, കരിയർ മാറ്റി വെച്ചതുകൊണ്ടുണ്ടായ സംഗതിയാണ്. മക്കളെ വളർത്തി, പക്ഷേ അവസാനം സംഭവിച്ചെന്താണ്? പ്രയോറിറ്റി റിലേഷൻഷിപ്പിനായതുകൊണ്ട് അവസാനം ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയ സമയത്ത് മൊത്തം തകർന്നു. ആ ഒരു പിഞ്ചോമനകൾ, എന്ത് ഭംഗിയുള്ള ചിരിയുള്ള 2 കുഞ്ഞുങ്ങൾ, ആ ഒരു കുഞ്ഞുങ്ങളും ആ ഒരു ചേച്ചിയും ട്രെയിനിന്റെ മുമ്പിൽ ചാടി മരിച്ചു. ശരിക്കും ആ ഒരു അമ്മ, ആ ഒരു സ്ത്രീ അദ്ദേഹത്തിന് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ, മക്കൾക്ക് കൊടുത്തു, ഭർത്താവിന് കൊടുത്തു, ഭർത്തൃ വീട്ടുകാർക്ക് കൊടുത്തു, സ്വയമായിട്ട് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അവസാന നിമിഷം വളർത്തി വലുതാക്കിയ ഒരു കുട്ടികളെയുമായിട്ട് മരണം വരിക്കേണ്ടി വരില്ലായിരുന്നു. ജോലി ചെയ്യായിരുന്നു, കുറച്ച് പൈസ കയ്യിലുണ്ടായാലും സേവിങ്സ് ഉണ്ടായാലും. അതുകൊണ്ട് തന്നെ പ്രിവിലേജഡ് ആയിട്ടുള്ള സ്ത്രീകൾ അവരുടെ സൗഭാഗ്യങ്ങളിൽ നിന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് കേട്ടിട്ട് ഫാന്റസികൾ രൂപപ്പെടുത്തി ആ രീതിയിലുള്ള ഒരു ലൈഫ് ആഗ്രഹിക്കാനായിട്ട് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പോയി കഴിഞ്ഞാൽ അവസാനം അത്ര സുഖകരമായിരിക്കില്ല എല്ലാ ആളുകൾക്കും. ചെറുതാണെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുക, അത് വീട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക, എന്നിവയൊക്കെ നമ്മൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്, ബഹുമാനമാണ്.